ഏതൊരു കാര്യം പറഞ്ഞാലും അതിനൊരു 7 വൈസ് ഡീപ്പ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ് WHY. അതായത് 7 പ്രാവശ്യം എന്തുകൊണ്ട് എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ എന്തിന്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയൂ, അതായത് എന്തെങ്കിലും ഒരു കാര്യം എന്താ പറയുക, സുമേഷിൻ്റെ ഒരു ഗോള് പറയൂ, എനിക്ക് ഇന്നത് ഒരു ഗോള് പറയൂ. ഫിലിം ഡയറക്ഷൻ. എന്തിന്? പാഷനാണ്. എന്തിന്? എന്തുകൊണ്ട് പാഷനാണ്? നമ്മൾ ജസ്റ്റ് കണ്ടോ, രണ്ടാമത്തെ വൈ എത്തിയിട്ടുള്ളൂ. ആദ്യം ഒരു പാഷൻ ചോദിച്ചു, എന്നിട്ട് എന്തിനെന്ന് ചോദിച്ചു. അപ്പോൾ സെക്കൻഡ് ആൻസർ ചെറുപ്പം തൊട്ട് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് 3. ഓക്കെ, എൻ്റെ ആഗ്രഹം എന്തുകൊണ്ട്? എല്ലാവർക്കും ഫിലിം ഡയറക്ടർ ആവണം തോന്നണില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു? ചെറുപ്പം മുതൽ എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു? ഞാൻ ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ്ലി ഞാൻ സിനിമകൾ കാണുമായിരുന്നു. അങ്ങനെ കണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്ക് ആഗ്രഹം. ഐ മുട്ടിട്ടതെന്ന് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. പക്ഷെ അതിപ്പോഴും ആ മൂന്നാമത്തെ ആൻസറിൻ്റെ തന്നെ ഒരു സംഭവമാണ്, വകഭേദമാണ്. അത് അതിൻ്റെ വൈയിലേക്ക് എത്തുന്നില്ല. അതായത് ഞാൻ ഇപ്പോൾ ഓൺ സ്ക്രീൻ ഇത് പറയണമെന്ന് പറയുന്നില്ല. ബിക്കോസ് ആക്ച്വലി ഇത് നമ്മൾ ഡീപ്പായിട്ട് ചെയ്താൽ നമ്മൾ 3 വൈയേ പോയുള്ളൂ. 7 വൈ ചോദിക്കണം. 3 വൈകിട്ട് പോണില്ല, ഇനി പോവും. പക്ഷെ ഞാനിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തത് എന്താ അറിയോ, മിക്കവാറും കരയും. യു വിൽ ക്രൈ, എവറിബഡി വിൽ ക്രൈ. നമ്മൾ അതുകൊണ്ട് വളരെ സേഫായിട്ട് നമ്മുടെ സ്വന്തം റൂമിലിരുന്നു കൊണ്ട് നമ്മളോട് തന്നെ നമ്മളിത് ചെയ്യുക. വേറൊരാൾ അത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ ഹസ്ബൻഡോ വൈഫോ കുട്ടികളോ നമ്മുടെ ഫാമിലി, നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്കിത് ചെയ്യാം. പക്ഷെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് വൾണറബിൾ ആവാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ അടിയിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും തീവ്രമായ എന്തോ മിസ്സിങ് ആണ് എന്ന് തോന്നുന്നൊരു കാര്യം ഇന്നത് ചെയ്താൽ അത് ആ മിസ്സിങ് പൂർണ്ണമാവും. ഞാൻ ഫിലിം ഡയറക്ടർ ആയാൽ എന്താ സംഭവിക്കുക? എന്തോ ഒരു കാര്യം സംഭവിക്കും. ഇപ്പോൾ പറയണമെന്നില്ല, ബിക്കോസ് ഞാൻ നിങ്ങളെ ഓൺ സ്ക്രീൻ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ വന്ന് നിങ്ങളെ ഒരുമാതിരി ആക്കരുത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഫിലിം ഡയറക്ടർ ആയാൽ എൻ്റെ ഇന്ന ഒരു അപാകത, സംതിങ് ഈസ് മിസ്സിങ്, അത് പൂർണ്ണമാവും. അപ്പോൾ ഇതാവണമെന്നില്ല. ആ അപാകത എന്താണെന്ന് നോക്കിയാൽ മതി. ആ അപാകതയിൽ നമ്മളിപ്പോഴേ പോയി നോക്കുമ്പോൾ അത് കുട്ടിക്കാലത്ത് എപ്പോഴോ നമ്മുടെ ഉള്ളിലൊരു അപാകത തോന്നി. ആ അപാകതേനെ നികത്താൻ നമ്മളൊരു ഡ്രീം ഇട്ടു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, അത് ഞാൻ നേടിയെടുക്കുമ്പോൾ ഈ പ്രശ്നം തീരും. എൻ്റെ ഇപ്പോഴത്തെ ഈ അപാകത എന്തോ ഹെൽപ്ലെസ്നെസ് ആവാം, അല്ലെങ്കിൽ എന്നാരും ശ്രദ്ധിക്കുന്നില്ല എന്നാവാം, ഞാൻ ബാക്കിയുള്ളവരുടെ അത്രയും ഇതില്ല, എന്തോ ഒരു കമ്പാരിസൺ, ഒരു കുട്ടി മനസ്സിൽ തോന്നിയ ഒരു കുട്ടിത്തമാണ്. അത് ശരിക്കല്ല, അത് ശരിയല്ല, അത് റിയൽ അല്ല. ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോയി. കുട്ടിത്തമാണ് എല്ലാവരുടെ മനസ്സിൽ. കുട്ടിത്തം ഇപ്പോഴും കുട്ടിത്തം എന്ന് പറയാൻ പാടില്ല. അതിനെ എന്താ പറയുക, ഒരു കുട്ടികളുടെ ഒരു നിഷ്കളങ്കമായ മണ്ടത്തരമില്ലേ, ആ ഇന്നസെൻസ്, ഇഗ്നറൻസ് എന്നാണ് വേണ്ടത് അതിനെ പറയാൻ. ആ ഇഗ്നറൻസിൽ നിന്നുണ്ടാവുന്ന ആഗ്രഹങ്ങൾ കാരണമാണ് പലരും ഈ ലോകത്തിപ്പോൾ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം പോയി ആ വഴി ചോദിച്ചാൽ മതി. എന്നിട്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യില്ല എന്നല്ല, ഇനി ഇത് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് ഇത് നടക്കാതിരിക്കാനുള്ള തടസ്സവും. എന്തുകൊണ്ട് ഡയറക്ടറായില്ല? ഇപ്പോൾ തന്നെ ആവാലോ. എന്താ, നാളെ ഒരു പടം ഡയറക്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് തുടങ്ങാലോ. എന്താ അതിന് തടസ്സം? പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, റൈറ്റേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് ഡയറക്റ്റ് ചെയ്യുന്നില്ല? ബിക്കോസ് ആ വൈ, ആ 7 വരെ എത്തണ്ട, 4-ാമത്തെ 5-ാമത്തെയോ വൈയിൽ ഇത് കിട്ടും. അതിനോട് അപ്പോഴേ പറയുക. അപ്പോൾ മനസ്സിലാക്കുക ഞാൻ ആരാണ്. ഈ ശരീരവും മനസ്സും അല്ല, ഞാൻ ലൈഫാണ്. എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. അത് എൻ്റെ ലൈഫിൻ്റെ ആഗ്രഹമാണെങ്കിൽ, മനസ്സിൻ്റെ ആഗ്രഹമല്ല, ലൈഫിൻ്റെ ആഗ്രഹമാണെങ്കിൽ ആ മനസ്സിനെയും ശരീരത്തിനെയും ചലിപ്പിച്ച് അത് നടത്തിയെടുത്തിരിക്കും. 7 വരെ പോയാൽ ശരിയാവില്ലായിരുന്നു. കരയും. നമ്മൾ 4 കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഞാൻ പൊട്ടി കരഞ്ഞു. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ കുറേ ബ്ലോക്സും കുറേ കോംപ്ലക്സസും എന്തോ പോരായ്മകളുണ്ടെന്നോ. നമുക്കൊരു പോരായ്മയില്ല, നമ്മൾ ജീവനാണ്. ജീവൻ എന്താ പോരായ്മ? ഇറ്റ്സ് ലൈഫ്.
നമ്മൾ ജീവനാണ്. ഇത് വീണ്ടും 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 ഡെയിലി എല്ലാ നിമിഷത്തിലും അത് ഓർത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഈ ശരീരമല്ല, നമ്മൾ ഈ മനസ്സല്ല, ഈ ശരീരവും മനസ്സും നമ്മുടെ ടൂൾസാണ്. നമ്മളാരാണ്? നമ്മൾ ലൈഫാണ്. എന്താ ഭാഗത? പൂർണ്ണം. നമ്മൾ പൂർണ്ണമാണ്. വി ആർ പെർഫെക്റ്റ്, വി ആർ കംപ്ലീറ്റ്. ഇതിനൊരു മറുപടി പറയാൻ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ മറുപടി ആവശ്യമില്ല. ഇതിന് മറുപടി ഞാനിങ്ങനെ കുറെ ആലോചിച്ച് പോയത്. പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞാൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില സത്യങ്ങളും ഉണ്ട് നമ്മളുടെ ചിന്തകൾ അങ്ങനെ വന്നതിൽ. അതെ അതെ, അത് ഇനിയും നമ്മൾ ഡീപ്പായിട്ട് ഞാൻ പറയുന്നത് ഓരോ പ്രേക്ഷകനും വീട്ടിലിരുന്ന് അവരുടെ നടക്കാത്ത കാര്യങ്ങളോ ആഗ്രഹങ്ങളോ വാശികളോ ഇപ്പോൾ ഈവൻ ആരോടോ ദേഷ്യമുണ്ട്, അതിനും ചോദിച്ചാൽ മതി. എന്തിന്? വൈ ചോദിച്ചു വന്നാൽ നമ്മളായിട്ട് എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടെ ഒരു പ്രശ്നമാണ്. അയാളെ കാണുമ്പോഴൊക്കെ അത് നമ്മൾ ചൊറിയും. എന്നുവെച്ചാൽ നമ്മൾ നമ്മളിൽ കാണാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം അയാൾ കാണിക്കുമ്പോൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓ, നമ്മുടെ ഉള്ളിൽ അതുണ്ട്. അപ്പോൾ അയാളെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം. എല്ലാം നമ്മളിലാണ്. അതായത് നമ്മളാണ് ഈ ലോകത്തിൻ്റെ, നമ്മുടെ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ്. ബിക്കോസ് നമ്മുടെ കാഴ്ചപ്പാടാണ് ലോകം. അതെ അതെ. പ്രകൃതിയുണ്ട്. പ്രകൃതി നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ആ പ്രകൃതിയിലുള്ള വികൃതികൾ മുഴുവൻ ഉണ്ടാക്കുന്ന നമ്മുടെ മനസ്സാണ്. അതിൻ്റെ അറിവില്ലായ്മയും അതിൻ്റെ ഏതൊക്കെയോ കുനിഷ്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ പ്രകൃതിയുടെ മുകളിൽ അതിനെ ഓവർലാപ്പ് ചെയ്യും. അതിനാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിൽ 4-ാം വയസ്സിൽ പറഞ്ഞില്ലേ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേൾഡ് ആൻഡ് ദി എർത്ത്? ലോകവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഭൂമി ഉള്ളതാണ്, ലോകം നമ്മളുടെ മനസ്സ് സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ ലെവൽ മാറുന്ന പോലെ നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഏത് ലോകം വേണമെങ്കിലും നമുക്ക് സൃഷ്ടിക്കാം. അപ്പോൾ ഒന്ന് ആലോചിക്കും, നമ്മുടെ ബെസ്റ്റ് ലോകം ഏതാണ്? ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ലോകമല്ലേ? അത് വളരെ കോൺഷ്യസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ടാക്കുന്ന ലോകമാണ്. സ്വയം സൃഷ്ടിക്കുന്നതാണ് അല്ലേ? നമ്മൾ സ്വയം സൃഷ്ടിക്കുകയല്ലേ? നമ്മുടെ മനസ്സിൽ ചിന്തകളും പ്രവൃത്തികളും കൊണ്ട് സൃഷ്ടിക്കുകയല്ലേ നമ്മുടെ ലോകം. ഇപ്പോൾ ഈ ബുക്ക് ഞാൻ എഴുതണമെങ്കിൽ ഞാൻ കുത്തിയിരുന്ന് എഴുതണ്ടേ? എൻ്റെ മനസ്സിനെ അച്ചടക്കത്തോടെ ഇരുന്ന് എഴുതാൻ പ്രേരിപ്പിക്കട്ടെ. എല്ലാവരുടെ ഉള്ളിലൊരു പുസ്തകമുണ്ട്, മേക്ക് ചെയ്യാനുള്ളൊരു സിനിമയുണ്ട്. അവരുടെ ലൈഫ് തന്നെ സിനിമയാക്കാം. എല്ലാവരും പറയും എൻ്റെ ലൈഫൊക്കെ ഒരു സിനിമയാക്കാനുള്ളതുണ്ട്. അന്ന് എന്തുകൊണ്ടാക്കുന്നില്ല? ബിക്കോസ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ശരീരത്തിനെ, മനസ്സ് എത്തുന്നിടത്ത് ശരീരത്തിനെ എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇനിയുള്ള നമ്മുടെ ആവശ്യം. പക്ഷെ അത് പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിൾ ആവുന്ന കാര്യമാണ്. അത് പോസിബിൾ ആണെന്നാണ്. എനിക്കിപ്പോൾ ഒരു മെൻറ്റോറുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങൾ. ഇതിലെ എല്ലാ വിവരങ്ങളും വിമനോപോസിൽ വരും, അതിൻ്റെ പ്രോഗ്രാംസ് വരും. ഇതിൽ കുറേ റിയൽ ലൈഫ് നമുക്ക് ഇപ്പോൾ പറഞ്ഞ ആ 7 വൈസ് പോലത്തെ ഡീപ്പായിട്ട് നമുക്ക് ആക്ച്വലി ഫിസിക്കലി മാനിപ്പുലേറ്റ് ചെയ്ത് ബോഡിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മൈൻഡിനെ മാറ്റാൻ പറ്റുന്ന ടെക്നിക്സ് ഒക്കെ വരുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഞാൻ റിസർച്ചിലും പഠനത്തിലുമാണ്. ആദ്യം നമ്മൾ തന്നെ ചെയ്ത് കാണിക്കണമല്ലോ. എനിക്കൊന്ന് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളാണ് യോഗി എന്ന് വിളിക്കുന്നത്. അതെ എന്ന് വായിച്ചിട്ടുണ്ട്. നമ്മളൊരിക്കലും നമുക്ക് ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലൈഫാണ് നമ്മൾ. നമുക്കാകെ മനസ്സിനെയോ ശരീരത്തിനെയോ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാണ്. ലൈഫിനെ എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നില്ല. ജീവനെ തന്നെ കൺട്രോൾ ചെയ്യുന്നില്ല. ജീവൻ, നമ്മളീ പ്രാണൻ എന്ന് പറഞ്ഞത്, പ്രാണനാണ് മൈൻഡിനെയും ബോഡീനെയും കൺട്രോൾ ചെയ്യുന്നത്.